പ്രകൃതി അമ്മയാണ്, സകല ജീവജാലങ്ങളുടെ അമ്മ. നമുക്ക് ജീവിക്കുവാൻ ആവശ്യമായ മണ്ണും വിണ്ണും വായുവും വെള്ളവും വെളിച്ചവും എല്ലാം പകർന്നു നൽകുന്ന അമൃതാനുഭവമാണ് പ്രപഞ്ചമാതാവ്. നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് വിട്ട് ജീവിക്കുമ്പോൾ മാത്രമാണ്, ഈ പ്രകൃതിയുടെ അനുഭവങ്ങളിൽ നിന്നും വിട്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് നമ്മളെ രോഗങ്ങൾ പിടികൂടുന്നത്. ഈ കാണുന്ന ഏതെങ്കിലും ചെടിയുടെയോ വൃക്ഷങ്ങളുടെയോ പേര് നമുക്കറിയാമോ? നാട്ടിൽ നിന്നും കാട്ടിലേക്ക് കയറുമ്പോൾ പേരറിയാ ചെടികളുടെ, പേരറിയാ വൃക്ഷങ്ങളുടെ ഒരു ഹരിത പ്രപഞ്ചമാണ് നമ്മുടെ കണ്ണുകളിൽ നിറയുന്നത്. കണ്ണു മാത്രമല്ല, മനസ്സും നിറഞ്ഞു പോകുന്ന നിറവും ഗന്ധവും എണ്ണിയാലൊടുങ്ങാത്ത ഗുണഗണങ്ങളും അടങ്ങിയ ഈ ജൈവ പ്രകൃതിയാണ് മനുഷ്യൻ്റെ ജീവാമൃതം. പ്രകൃതിയിൽ സസ്യജാലങ്ങളാണ് മനുഷ്യജീവിതത്തെ ഏറ്റവും സ്വാധീനിക്കുന്ന ഘടകം. ജീവിതത്തിൻ്റെ സമസ്ത മേഖലയും സ്വാധീനിക്കുന്ന ഈ സസ്യജാലങ്ങളിൽ നിന്ന് തന്നെയാണ് ഭാരതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ചികിത്സാ സമ്പ്രദായമായ ആയുർവേദത്തിൻ്റെ 90% മരുന്നുകളും നിർമ്മിക്കപ്പെടുന്നത്. ആയുർവേദം, നാട്ടുവൈദ്യം, ഗൃഹവൈദ്യം, ഗോത്രവൈദ്യം എന്നുവേണ്ട ഭാരതീയമായ എല്ലാ വൈദ്യശാസ്ത്രങ്ങളും സസ്യങ്ങളെയാണ് മരുന്നുകൾക്കായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. പഞ്ചഭൂതമയമായ ഈ പ്രപഞ്ചത്തിലെ ഒരു ചെറു സൃഷ്ടിയായ മനുഷ്യൻ്റെ പഞ്ചഭൂതമയം തന്നെയായ ശരീരത്തിൻ്റെ സമതുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോഴാണ് രോഗാവസ്ഥയുണ്ടാകുന്നത്. പ്രകൃതിയുമായി ചേർന്നുള്ള ജീവിതചര്യയിലൂടെ മാത്രമേ ശാന്തിയും സമാധാനവും ശുദ്ധിയും വിശുദ്ധിയും ബുദ്ധിയും സിദ്ധിയും കൈവരികയുള്ളൂ. പ്രകൃതിയിൽ മനുഷ്യനും മരങ്ങളും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നമുക്ക് ആവശ്യമായിരിക്കുന്ന ശുദ്ധവായു, ശുദ്ധജലം, ശുദ്ധഭക്ഷണം ഇതെല്ലാം മരങ്ങളാണ് നൽകുന്നത്. രോഗങ്ങൾക്ക് ഒറ്റമൂലി എന്ന നിലയിൽ കൺകണ്ട ഔഷധമായി പ്രയോഗിക്കുന്ന ഔഷധച്ചെടികളുണ്ട്. ഒരേ ഔഷധച്ചെടി തന്നെ വിവിധ ഔഷധക്കൂട്ടുകളിൽ ഉപയോഗിക്കുന്നുമുണ്ട്. അതുപോലെ ഒരേ ചെടി തന്നെ വിവിധ രോഗങ്ങൾക്കുള്ള ചികിത്സകളിൽ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. ത്രിഫല, ദശമൂലം, നാൽപ്പാമരം തുടങ്ങി സമൂഹമായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യങ്ങൾക്ക് ബഹുമുഖമായ ഫലസിദ്ധിയാണുള്ളത്. ഔഷധമല്ലാത്തതൊന്നും ഈ ഭൂമിയിലില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കല്ലും മണ്ണും പുല്ലും പുഴുക്കളും എല്ലാം ഔഷധങ്ങളാണ്. സസ്യങ്ങളുടെ കാര്യമാണെങ്കിൽ പറയുകയേ വേണ്ടല്ലോ. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവ നമ്മളുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ജൈവവൈവിധ്യം, ആവാസവ്യവസ്ഥ, നദികളും മലകളും പുഴകളും മരങ്ങളും മൃഗങ്ങളും മനുഷ്യരും എല്ലാം അണിചേർന്ന ഈ പ്രപഞ്ച സംസ്കാരത്തിൻ്റെ തന്നെ ഔഷധവേരുകളടങ്ങിയ ആരോഗ്യശാസ്ത്രമാണ് ആയുർവേദം. അല്ലെങ്കിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ഹാർമണിയാണ് ആരോഗ്യമെന്ന് ആയുർവേദം പറയുന്നു.
ഇന്നത്തെ നമ്മളുടെ ജീവിതം അനേകം ഔഷധസസ്യങ്ങളുടെ ഇടയിലാണ്. അറിഞ്ഞോ അറിയാതെയോ ഇവ നമ്മളുടെ ഉള്ളിലേക്ക് കറിക്കൂട്ടുകളിലൂടെയും ഭക്ഷണത്തിലൂടെയും ഒക്കെ കിടക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇഞ്ചി, മഞ്ഞൾ, കുരുമുളക് മുതലായവയെല്ലാം. സാമ്പാർ, അവിയൽ ഇങ്ങനെയുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും രുചിയേറിയ വിഭവങ്ങളായിട്ട് നമ്മൾ കഴിക്കുന്നതോടൊപ്പം മികവേറിയ ഔഷധങ്ങളുമാണ്. മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന വിവിധ രോഗങ്ങളിൽ ഈ പ്രകൃതിയിൽ കാണപ്പെടുന്ന പഞ്ചഭൂതാത്മകമായിട്ടുള്ള വിവിധ ദ്രവ്യങ്ങളെ കൊണ്ട് പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ശരീരത്തിൽ നാം ഔഷധങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യാവസ്ഥയെ അല്ലെങ്കിൽ രോഗം മാറ്റി ആരോഗ്യാവസ്ഥയെ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ആഹാരം തന്നെ ഔഷധം എന്ന അടിസ്ഥാന തത്വത്തെ ആശ്രയിച്ചാണ് ഈ ആയുർവേദ ശാസ്ത്രം ഔഷധ സസ്യങ്ങളെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ഇന്ന് മനുഷ്യ ശരീരത്തിൽ ഈ സസ്യലതാദികളിൽ നിന്ന് മനുഷ്യന് ആവശ്യമായിട്ടുള്ള ആഹാരങ്ങളിൽ ഏറിയ പങ്കും വൃക്ഷലതാദികളിൽ നിന്നും ലഭിക്കുന്നവയാണ്. അങ്ങനെ ആ വൃക്ഷലതാദികൾ ഉണ്ടാക്കുന്ന ആ ആഹാരം നാം സ്വീകരിക്കുകയും മനുഷ്യ ശരീരത്തിൻ്റെ വിവിധ ഘടനാപരമായിട്ടുള്ളതും അതുപോലെ പ്രവർത്തന ഫലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യ ശരീരത്തിൽ സംഭവിക്കുന്ന ഈ ഔഷധ സസ്യങ്ങളുടെ ഉപയോഗം മൂലമാണ്. അങ്ങനെ വരുന്ന ഈ ഔഷധ സസ്യങ്ങളെ തന്നെ ഈ മനുഷ്യ ശരീരത്തിൽ വരുന്ന രോഗാവസ്ഥയ്ക്ക് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇന്ന് ലോകം മുഴുവൻ അംഗീകരിച്ച ചികിത്സാ സമ്പ്രദായമായ ആയുർവേദത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഈ സസ്യവൈവിധ്യമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ സസ്യങ്ങൾ ഔഷധക്കൂട്ടുകളിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഇവയുടെ ഫലപ്രാപ്തി എന്താണ്? ഇവ എങ്ങനെയാണ് ശേഖരിക്കുന്നത്? ഇവയുടെ ശാസ്ത്രീയമായ അടിത്തറ എന്താണ്? ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി തരുന്ന, ഔഷധികളെക്കുറിച്ചുള്ള സമഗ്രമായ പഠനവും ദർശനവും അവബോധവും തരുന്ന ഒരു പരിപാടിയാണിത്. ഇല, പൂവ്, കായ, തണ്ട്, വേര് ഇവയെല്ലാം ചേർന്ന് ഇങ്ങനെ വിവിധ രീതിയിലാണ് ഔഷധ സസ്യങ്ങളുടെ ഉപയോഗം. ചിറ്റരത്ത, തുളസി, നറുനീണ്ടി തുടങ്ങി ഗന്ധം കൊണ്ട് തന്നെ സ്വാസ്ഥ്യം പകരുന്ന ധാരാളം ചെടികളുണ്ട്. മുത്തിൽ, പനിക്കൂർക്ക, കീഴാർനെല്ലി തുടങ്ങി ചില ചെടികൾ പച്ചയായി തന്നെ ഉപയോഗിക്കുന്നു. ഉണക്കി ഉപയോഗിക്കുന്നവയുമുണ്ട്. ഉണങ്ങിയ വേരുകളും തണ്ടുകളും കായകളും പൂവുകളുമെല്ലാം ഔഷധഗുണം ചോരാതെ തന്നെ നിലനിൽക്കുന്നു. ഔഷധമയമായ എണ്ണകളിലും കുഴമ്പുകളിലും കഷായങ്ങളിലും അരിഷ്ടാസവങ്ങളിലും ലേഹ്യങ്ങളിലും ഘൃതങ്ങളിലും കലർന്ന് ഇവ നമ്മെ നിരാമയരാക്കുന്നു. വ്യത്യസ്തമായ അസുഖങ്ങളിൽ വ്യത്യസ്തമായ മരുന്നുകൾ എങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നു? ഉദാഹരണം, മർമ്മചികിത്സ, മനോരോഗ ചികിത്സ, നേത്ര ചികിത്സ, ബാലചികിത്സ, അങ്ങനെ പലതും. ഔഷധ സസ്യങ്ങൾ ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, കോമ്പിനേഷൻസ് പലതും ചേർന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതല്ല, ഇതെല്ലാം കൂടെ ചേർന്നൊരു ചേരുവയായി ഉപയോഗിക്കുന്നുണ്ട്. ഇതിനൊക്കെ പല രീതിയിലുള്ള ഫലങ്ങളാണ് ആയുർവേദത്തിലും ഗ്രഹചികിത്സയിലും കണ്ടുവരുന്നത്. ആയുർവേദത്തിൽ പലപ്പോഴും ഇതിൻ്റെ കോമ്പിനേഷൻസ് പല രീതിയിൽ ചെയ്യാനാണെന്ന് ആചാര്യന്മാർ നിഷ്കർഷിച്ചിട്ടുള്ളത്. ഔഷധ സസ്യങ്ങളുടെ അതിനെ സംബന്ധിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ സസ്യങ്ങൾ തന്നെ ശേഖരിക്കേണ്ട രീതി, അതിൻ്റെ കാലം, ദേശം, സമയം
ഇതൊക്കെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ആചാര്യന്മാർ ഓരോന്നിനും പ്രത്യേകം പറയുന്നത്. പിന്നീടുള്ള പല നിരീക്ഷണങ്ങളും അത് യാഥാർത്ഥ്യവും സത്യവുമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മനുഷ്യവംശത്തിൻ്റെ ഉത്ഭവം തന്നെ 1 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഉത്ഭവകാലം മുതൽക്ക് തന്നെ പ്രകൃതിയും മനുഷ്യനും ഈ പ്രകൃതിയിലുള്ള സസ്യലതാദികളും ജീവജാലങ്ങളുമെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ എക്കോ സിസ്റ്റം തന്നെ സന്തുലിതാവസ്ഥയിൽ നിലനിൽക്കുന്നത്. ഇനി പ്രകൃതിയിലെ ഈ സസ്യലതാദികൾ പ്രകൃതിയിൽ നിന്നുള്ള വായുവും വെള്ളവും വെളിച്ചവും എല്ലാം സ്വീകരിച്ചുകൊണ്ട് സ്വയം ഭക്ഷണം പാകം ചെയ്യുകയും മറ്റുള്ളവർക്ക് ആഹാരമായി തീരുകയുമാണ് ചെയ്യുന്നത്. ഈ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും എല്ലാ ദ്രവ്യങ്ങളും പഞ്ചഭൂതങ്ങളെ കൊണ്ട് പൃഥ്വി, തേജോ, വായു, ആകാശം എന്നിങ്ങനെയുള്ള 5 ഭൂതങ്ങളുടെ സമവായത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ഓരോ ദ്രവ്യങ്ങളിലും അല്ലെങ്കിൽ ഓരോ വസ്തുക്കളിലുമുള്ള ഭൂതങ്ങളുടെ ഈ പഞ്ചഭൂതങ്ങളിൽ 1, 2 വീതം ഏറ്റക്കുറച്ചിലുകളായിട്ട് നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് അവയ്ക്ക് ഓരോ ദ്രവ്യങ്ങൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗുണങ്ങളും അതുപോലെയുള്ള സ്വഭാവങ്ങളും അവ കാണിക്കുന്നത്. ഉഴിച്ചിലിലും പിഴിച്ചിലിലും തിരുമലിലും ധാര, വസ്തി തുടങ്ങിയ നിരവധി കർമ്മങ്ങളിലും നിത്യേനയുള്ള തേച്ചുകുളിയിലും ഉപയോഗിക്കപ്പെടുന്ന എണ്ണകളിലൂടെ സസ്യങ്ങളുടെ ഔഷധവീര്യം രോമകൂപങ്ങളിലൂടെയും മറ്റ് സൂക്ഷ്മദ്വാരങ്ങളിലൂടെയും ഉള്ളിൽ കടന്ന് ദേഹത്തെ ശുദ്ധീകരിക്കുകയും അരോഗദൃഢമാക്കുകയും ചെയ്യുന്നു. നമ്മൾ ഭാരതീയരുടെ വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നിത്യജീവിതത്തെ തന്നെയും ഏറെ സ്പർശിക്കുന്ന നിഷ്കളങ്കതയുടെ പര്യായമായി നമ്മൾ കരുതുന്ന ഒരു ചെടിയുണ്ട്. ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള അറിവിൻ്റെ അമൃതാനുഭവം തരുന്ന ഈ പരിപാടിയുടെ ആരംഭം അമൃതതുല്യമായ ഈ തുളസി ചെടിയിൽ നിന്ന് തന്നെയാവട്ടെ. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരണേ എന്ന പ്രാർത്ഥനയോടെയാണത്രേ ഓരോ തുളസിയും പ്രപഞ്ചത്തിൽ ജന്മമെടുക്കുന്നത്. ശരീരം മുഴുവൻ ഔഷധവീര്യവുമായി നിഷ്കാമിയായി പരോപകാരത്തിനായി ജനിക്കുന്ന തുളസിയെപ്പോലെ മറ്റൊരു സസ്യവും ഈ ലോകത്തുണ്ടാവില്ല. ഭൂമിയിൽ 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളും 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളുമാണുള്ളത്. അതിലൊന്നാണ് തുളസി. തുളസിക്ക് ശാസ്ത്രീയമായ, ആത്മീയമായ, സാമൂഹികമായ, ആരോഗ്യപരമായ, ചുരുക്കത്തിൽ സമഗ്രമായ ഒരു ചൈതന്യമുണ്ട്. അതിനകത്ത് അന്തർലീനമായിരിക്കുന്ന രാസഘടകങ്ങളുടെ ഔഷധവീര്യമുണ്ട്. ആത്മീയതയിൽ പൂജിക്കാനും പൂജിക്കപ്പെടാനും ഉപയോഗിക്കുന്ന
ഒരു സസ്യം എന്ന മഹത്വമുണ്ട്. അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്ന ഓക്സിജനും ഓസോണും നൽകുന്ന ഒരു സസ്യം എന്ന പ്രത്യേകതയുണ്ട്. സഞ്ചിതമായിട്ടുള്ള പാപമാണ് രോഗകാരണം. പാപമോചനത്തിന് ഭാരതത്തിൽ മാത്രം ഉള്ള ഒരു വിശേഷം, ചില പാവനമായിട്ടുള്ള കാര്യങ്ങൾ, വിശേഷമായിട്ട് ഗംഗ, ജലം കൊണ്ടുള്ള പുണ്യം. യമുന, സരസ്വതി ഇങ്ങനെയുള്ള നദികൾ, ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി, സപ്തതീർത്ഥങ്ങൾ ഓടുന്ന ഭാരതം, അതിൻ്റെ കരയിലുള്ള ഒരു സംസ്കാരം. ഗംഗാതടം, യമുനാതടം, നർമ്മദ, സിന്ധു, കാവേരി, ഗോദാവരി ഇങ്ങനെയുള്ള നദീതട സംസ്കാരത്തിൽ നമുക്ക് ഉള്ള ഒരു സ്വാധീനം, അത് വളരെ പാവനമായിട്ടുള്ള ഒരു വിഷയമായിട്ട് ഭാരതീയർ കണക്കാക്കുന്നു. അതുപോലെ ജല സാന്നിധ്യം പോലെ തന്നെ വൃക്ഷ സാന്നിധ്യം, അരയാൽ, കൂവളം മുതലായിട്ടുള്ള വൃക്ഷങ്ങളിൽ അതിൻ്റെ പ്രദക്ഷിണം കൊണ്ടുള്ള ചില ഗുണദോഷങ്ങൾ, അതുപോലെ ചില വസ്തുക്കളിൽ ഭാരതീയർ പാവനത്വം കണ്ടെത്തിയിട്ടുണ്ട്. രുദ്രാക്ഷം അതുപോലെ തന്നെ പ്രാധാന്യം ഉള്ള ഒരു ദ്രവ്യമാണ് തുളസി എന്ന് പറയുന്ന ഈ ദ്രവ്യം. വളരെ പാവനതയുണ്ട്. ഇതിനൊക്കെ അപേക്ഷിച്ചിട്ട് അരയാൽ എന്ന് പറയുന്നത് അശ്വത്ഥം, ഒരു വൃക്ഷരാജ സങ്കല്പം. അതുപോലെ കൂവളം പരമേശ്വരന്, തീർത്ഥം നമ്മൾ കുളിച്ചാൽ ശുദ്ധി വരുന്നത്. തുളസി അങ്ങനെയല്ല, അത് നിൽക്കുന്ന സ്ഥലത്തിനും പാവനത്വമുണ്ട്, അതുപോലെ തന്നെ അത് ധരിക്കുന്ന സ്ഥലത്തിനും പാവനത്വമുണ്ട്, അത് വളരുന്ന സ്ഥലത്തിനും പാവനത്വമുണ്ട്. ആ പരിപാവനമായിട്ടുള്ള തുളസീദളം, അതുപോലെ തുളസിയുടെ കമ്പ് കൊണ്ടുള്ള മാല, അതുപോലെ തുളസീദളം കൊണ്ടുള്ള തീർത്ഥം, ദ്വാദശി മുതലായിട്ടുള്ള വിശേഷങ്ങളിൽ വിഷ്ണു സംബന്ധമായിട്ടുള്ള വ്രതത്തിൻ്റെ അവസാനത്തിൽ തുളസി തീർത്ഥം ഒരൗഷധം പോലെ നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ആചാര്യന്മാർ വ്രതസമാപ്തിക്ക് ശേഷം പുതിയതായിട്ടുള്ള ഒരു ഭക്ഷണാരംഭം നമ്മൾ തുടങ്ങുന്നത് ഈ തുളസി തീർത്ഥം കൊണ്ടാണ്. പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളുടെ നിലനിൽപ്പിനായി ഈ സസ്യജാലങ്ങൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. മനുഷ്യനാണ് ഇവയെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത്. മനുഷ്യനില്ലെങ്കിൽ ഈ ജീവജാലങ്ങൾക്കോ സസ്യസമ്പത്തിനോ ഒന്നും സംഭവിക്കുന്നില്ല. നേരെ മറിച്ച് ഈ ജൈവ വൈവിധ്യം നിലനിന്നില്ല എങ്കിൽ മനുഷ്യ സമൂഹം തന്നെ ഇല്ല. വെറും ഒരു ചെറു സസ്യമായ തുളസിയെക്കുറിച്ച് നോക്കൂ. മനുഷ്യൻ്റെ ആയുർദൈർഘ്യം കൂട്ടുന്നതിൽ തന്നെ തുളസിക്കുള്ള പങ്കിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എന്തെല്ലാം അറിയാനിരിക്കുന്നു, പറയാനിരിക്കുന്നു. അടുത്ത എപ്പിസോഡ് മറക്കാതെ കാണുക. അമൂല്യമായ ഔഷധങ്ങളെക്കുറിച്ചുള്ള അപൂർവമായ അറിവുകൾക്കായി കാത്തിരിക്കുക.